വെൽക്കം ബാക്ക് ടു വരാന്തറീസ് യൂട്യൂബ് ചാനൽ. ടാർഗറ്റ് സീജൽ 2024 പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിനി വരാനിരിക്കുന്ന നമ്മുടെ സീജൽ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് റീസണിംഗ് എന്ന് പറയുന്ന പേപ്പറിനെ മാത്രം മെയിൻ മുന്നിൽ കണ്ടുകൊണ്ട് അതിലെങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു സീരീസ് ആണ്. ഓൾറെഡി 16 ദിവസത്തെ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡേ 17 ആണ്. ഇന്നും നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. നല്ല അടിപൊളി ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും വർക്ക്ഷീറ്റിൽ നമ്മുടെ ABCD ആൽഫബറ്റ്സിൻ്റെ എഴുതി വെച്ചേക്കുക. കാരണം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസിൽ ഈ പറയുന്ന പോലെ കോഡിംഗ് ഡീകോഡിങ്ങിലെ ക്വസ്റ്റ്യൻസ് വരും ആൽഫബറ്റുകളുടെ. അപ്പോൾ അത് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഇവിടെ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കോഡിംഗ് ഡീകോഡിങ്ങിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലേ? ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ട്. എന്താ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. കോഡ് കണ്ടുപിടിക്കുന്നതിനാണ്. ബ്ലാങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടോട്ടൽ ലെറ്റേഴ്സ് കൗണ്ട് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ എത്ര ലെറ്റേഴ്സിൻ്റെ പേറുകളാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇനി 4 ലെറ്ററിൻ്റെ അല്ലെങ്കിൽ 3 ലെറ്ററിൻ്റെ 5 ലെറ്ററിൻ്റെ അങ്ങനെ പേറുകളാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ജനറലായിട്ട് ഫോളോ ചെയ്യുന്ന റൂൾ എന്തായിരിക്കും അല്ലെ? ആദ്യത്തെ ആൽഫബറ്റിൻ്റെ മേ ബി എല്ലാ പേരിൻ്റെയും ആദ്യത്തെ ആൽഫബറ്റുകൾക്ക് ഒരേ റൂളായിരിക്കും. ചില കേസുകളിൽ എന്താ സംഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ +2 ആണെങ്കിൽ എല്ലാ ആൽഫബറ്റുകളിലും +2 എന്നായിരിക്കും. അല്ലെങ്കിലോ മേ ബി +5 അല്ലെങ്കിൽ പലതിലും പലതായിരിക്കും, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ 30 സെക്കൻഡ് സമയമുണ്ട്. എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തിട്ട് ആൻസർ പറയാം. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ പലതരത്തിലുള്ള കോഡുകൾ ഈ പറയുന്ന പോലെ മൾട്ടിപ്ലിക്കേഷൻ, ഡിഫറൻസുകളുടെ ഡിഫറൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ലെറ്ററാണ്. അപ്പോൾ എനിക്ക് എല്ലാം മൊത്തം ഇരുന്ന് കൗണ്ട് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും കോഡ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെയറുകളാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ഞാനിവിടെ എല്ലാത്തിനെയും 4 ലെറ്റേഴ്സിൻ്റെ പേരുകളാക്കി മാറ്റാൻ പോകുന്നു. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ അടുത്ത സെറ്റ് എവിടെ വരും? ഇവിടെ, പിന്നെ അവസാനത്തെ. അപ്പോൾ 4 ആൽഫബറ്റുകൾ അടങ്ങുന്ന 4 സെറ്റുകൾ എനിക്ക് ഇവിടെ കിട്ടി. ഇനി ഈ തന്നിരിക്കുന്ന 4 സെറ്റുകളുടെയും ഫസ്റ്റ് ആൽഫബറ്റുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നോക്കിക്കേ, ആദ്യത്തെ പെയറിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പെയറുകളിലേക്ക് നോക്കിക്കേ, ഫസ്റ്റ് ആൽഫബറ്റ് എന്ന് പറയുന്നത് B തന്നെയാണ് അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഈ 4 സെറ്റിലെയും ആദ്യത്തെ ആൽഫബറ്റിലെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ആൽഫബറ്റായിട്ട് എന്താണോ വരുന്നത് അവിടെ മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ? എല്ലാം B തന്നെയല്ലേ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ബ്ലാങ്കിലും വരുന്നത് എന്ത് തന്നെയായിരിക്കും? B തന്നെ ആയിരിക്കണം. കാരണം എല്ലാം B ആണ്. ബാക്കി 3 സെറ്റിലും B ആണെങ്കിൽ ഫസ്റ്റ് സെറ്റിലും B തന്നെ ആയിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ലെറ്ററിലായിരിക്കും? B ലെറ്ററിലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ B ഞാൻ ക്യാൻസൽ ചെയ്തു, ഓപ്ഷൻ C ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി റിമൈനിങ് എനിക്ക് എന്തുണ്ട്? 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 2 ഓപ്ഷൻസിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, രണ്ടാമത്തെ ആൽഫബറ്റുകളെ ഞാൻ എടുത്തു. അപ്പോൾ ഫസ്റ്റ് പെയറിൽ T ആണ് എൻ്റെ ആൽഫബറ്റ് എന്ന് പറയുന്നത്. അടുത്തത് H ആണ്. പിന്നെ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ആണ്, അത് കണ്ടുപിടിക്കണം. എഗെയിൻ J ആണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ T കിടക്കുന്നുണ്ട്, H കിടക്കുന്നുണ്ട്, ഒരു ബ്ലാങ്ക് സ്പേസ് കിടക്കുന്നുണ്ട്, അതിനുശേഷം ആര് കിടക്കുന്നുണ്ട്? J കിടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആൽഫബറ്റുകൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? Tയുടെ പൊസിഷൻ നിങ്ങൾ നോക്കുക. T എന്നുള്ളത് നമ്മുടെ ആൽഫബറ്റിക് നമ്മുടെ ടേബിളിൽ 20ാമതായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ Tയുടെ പൊസിഷനിൽ നിന്ന് ഞാൻ ഫ്രണ്ടിലേക്ക് 14 തവണ കൗണ്ട് ചെയ്ത് വരുമ്പോഴാണ് എനിക്ക് Hലേക്ക് എത്താൻ പറ്റുന്നത് അല്ലേ? നിങ്ങൾ വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കിക്കോ. 14 തവണ ഞാൻ കൗണ്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് എവിടേക്ക് എത്താൻ പറ്റും? Hലേക്ക് എത്താൻ പറ്റും. അതായത് രണ്ടാമത്തെ ആൽഫബറ്റുകളുടെ എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ പേരിൽ രണ്ടാമത്തെ ആൽഫബറ്റിനെ എടുത്തു, അതിൻ്റെ പൊസിഷണൽ വാല്യൂ നോക്കി എന്ത് ചെയ്തു? 14 ഞാൻ ഫ്രണ്ടിലേക്ക് കൗണ്ട് ചെയ്ത് പോയി. അപ്പോൾ +14 ആണ് സെക്കൻഡ് ആൽഫബറ്റിൻ്റെ റൂൾ എന്ന് പറയുന്നത്. എഗെയിൻ Hനോട് കൂടെ +14 ചെയ്യുമ്പോൾ ഇവിടുത്തെ ബ്ലാങ്ക് സ്പേസിൽ കിടക്കുന്ന ആൽഫബറ്റ് കിട്ടും. അവിടെ നിന്നും 14 കൗണ്ട് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? J എനിക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ മനസ്സിലായല്ലോ, ഫസ്റ്റ് ആൽഫബറ്റിൽ ചേഞ്ച് ഒന്നുമില്ല, B തന്നെയായിരുന്നു. സെക്കൻഡ് ആൽഫബറ്റിൽ 14 കൗണ്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ളത് എനിക്ക് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? എന്തായിരിക്കും വരുന്നുണ്ടാവുക? H ആണ്. Hനോട് കൂടെ 14 ഫ്രണ്ടിലേക്ക് കൗണ്ട് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ V വരും അല്ലേ? 8 ആണ്. 14
8ഉം 22 അല്ലേ? അപ്പോൾ വി ആയിരിക്കും ഈ കിടക്കുന്ന ബ്ലാങ്ക് സ്പേസിൽ വരുന്നുണ്ടാവുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻസിലേക്ക് എത്താൻ പറ്റും. എൻ്റെ മൂന്നാമത്തെ ആൽഫബറ്റ് ബിയിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതിൽ മൂന്നാമത്തെ ആൽഫബറ്റ് വി ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇവിടെ ജെ ആണ്, ഇവിടെ വി ആണ്. ഒറ്റ ഓപ്ഷനിൽ ഞാൻ ആ പറഞ്ഞ 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ഡി തന്നെ ആയിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എങ്കിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കോഡുകൾ ഓരോ ആൽഫബറ്റുകൾക്കും ഡിഫറെൻറ്റ് കോഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഫസ്റ്റ് ആൽഫബറ്റ് ഞാൻ ഇവിടെ റൂൾ എഴുതിയിടാം. ഫസ്റ്റ് ആൽഫബറ്റിന് ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ബി തന്നെയായിരുന്നു. സെക്കൻഡ് ആൽഫബറ്റ് പൊസിഷണൽ വാല്യൂസിൽ നിന്നും അവരെന്ത് ചെയ്തു? 14 ഫ്രണ്ടിലേക്ക് കൂട്ടി. ഇനി തേർഡ് ആൽഫബറ്റ് അവരെന്താ ചെയ്തിരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 കൂട്ടിയിരിക്കുകയാണ്. ഫോർത്ത് ആൽഫബറ്റോ +1 ചെയ്തു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ കോഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആൽഫബറ്റ് 14 കൂട്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. തേർഡ് ആൽഫബറ്റ് ഇതുപോലെ എടുക്കുന്ന സമയത്ത് ഇവിടെ സി കിടക്കുന്നുണ്ട്. സിയോട് കൂടെ ഇവിടെ ബ്ലാങ്ക് സ്പേസ് കിടക്കുന്നത്. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്യൂവിനെയും എക്സിനെയും എടുത്താൽ മതി. ക്യൂവിനെയും എക്സിനെയും എടുത്താൽ മതി. ക്യൂവും എക്സും നോക്കിക്കേ. ക്യൂ എന്ന് പറയുന്നത് 17ാമതാണ്, എക്സ് എന്ന് പറയുന്നത് 24ാമത്. അപ്പോൾ 17 + 7 ആണല്ലോ 24. അപ്പോൾ +7 ആണ് മൂന്നാമത്തെ ആൽഫബറ്റുകളുടെ കോഡ് എന്ന് പറയുന്നത്. നാലാമത്തെ ആൽഫബറ്റുകൾ നോക്കിക്കേ. യു കിടക്കുന്നുണ്ട്, വി കിടക്കുന്നുണ്ട്, ഡബ്ല്യു, യു വി ഡബ്ല്യു. അപ്പോൾ അടുത്ത് എന്തായാലും എക്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? ബി ജെ വി എക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. 4 ആൽഫബറ്റുകൾക്കും ഡിഫറെൻറ്റ് റൂളുകളായിരുന്നു ഇവിടെ വന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കലണ്ടറിലൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ചെയ്ത് നോക്കാം. 30 സെക്കൻഡ് സമയമുണ്ട്. ബർത്ത്ഡേ ആണ് ചോദിച്ചിരിക്കുന്നത്. 2019 ഏപ്രിൽ 10 വെനസ്ഡേ ആയിരുന്നു. 2023 അതേ ദിവസം. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ദിവസം മാറിയില്ല. അപ്പോൾ ഇവിടെ എന്താ, വർഷങ്ങൾ മാത്രമേ മാറുകയുള്ളൂ. അങ്ങനെ വർഷങ്ങൾ മാത്രം മാറുകയാണെങ്കിൽ എന്ത് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വർഷവും ഡേറ്റും മാസവും ഒക്കെ മാറുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു അല്ലേ? ഓഡ് ഡേയ്സ് കൗണ്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. 30 സെക്കൻഡ് ഒന്നും ഇതിന് വേണ്ട. അപ്പോൾ നോക്കിക്കേ, ഞാൻ തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം എഴുതിയെടുക്കുകയാണ്. 2019 ഏപ്രിൽ 10 ഏത് ദിവസമാണ്? വെനസ്ഡേ ആണെന്നാണ് അവർ എനിക്ക് തന്നിരിക്കുന്നത് അല്ലേ? 2019 ഏപ്രിൽ 10. ചോദിച്ചിരിക്കുന്നത് 2023 അതേ ദിവസം. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഡേറ്റും മാസവും ഒന്നും മാറുന്നില്ലല്ലോ. അപ്പോൾ 2023 ഏപ്രിൽ 10 ഏത് ദിവസം എന്നുള്ളതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വർഷങ്ങളുടെ ഗ്യാപ്പ് നോക്കിക്കുക. എത്ര വർഷം ഫ്രണ്ടിലേക്ക് പോയാൽ എനിക്ക് 2023 എത്താൻ പറ്റും? അപ്പോൾ നോക്കുകയാണെങ്കിൽ 4 വർഷം എനിക്ക് ഫ്രണ്ടിലേക്ക് പോകണം അല്ലേ? 2020, 21, 22, 23. അപ്പോൾ 4 വർഷത്തിൻ്റെ ഗ്യാപ്പാണ് ഇവിടെ കിടക്കുന്നത്. താങ്ക്ഫുള്ളി ഇവിടെ എന്തില്ല, എനിക്ക് മാസവും ഡേറ്റും മാറുന്നില്ല. അതുകൊണ്ട് അത് ഇനി സെപ്പറേറ്റ് എഴുതിയിട്ട് എനിക്ക് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 4 വർഷത്തിൽ ഇനി എന്ത് കണ്ടുപിടിക്കണം? എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട്, എത്ര ഓർഡിനറി ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ 2019 അതിനുശേഷം തൊട്ടടുത്ത് വരുന്ന വർഷം 2020 എങ്ങനത്തെ വർഷമാണ്? പെർഫെക്റ്റ് ആയിട്ട് 4ന്റെ മൾട്ടിപ്പിൾ ആണ് അതല്ലേ? അപ്പോൾ എന്താ 2020 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ആ 4 വർഷത്തിൽ ഒരു വർഷം എങ്ങനത്തെ വർഷം? ലീപ്പ് ഇയർ. ബാക്കി 3 വർഷം എങ്ങനത്തെ വർഷമായിരിക്കും? നമ്മുടെ ഓർഡിനറി ഇയേഴ്സ് ആയിരിക്കും അല്ലേ? ഓർഡിനറി ഇയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ 1 × 2 എത്ര ഓഡ് ഡേയ്സ്? 2 ഓഡ് ഡേയ്സ്. 3 ഒരു ഓർഡിനറി ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? ഒരു ഓഡ് ഡേ ഉള്ളൂ അല്ലേ? അപ്പോൾ 3 ഓർഡിനറി ഇയേഴ്സ് ആകുമ്പോൾ 3 × 1 3 ഓഡ് ഡേയ്സ് എന്ന് എനിക്ക് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി കമ്പൈൻ ചെയ്യണം. രണ്ടും കൂടെ ഞാൻ കൂട്ടേണ്ടി വരും. ടോട്ടൽ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇവിടെ 2 ഓഡ് ഡേയ്സ്, ഇവിടെ 3 ഓഡ് ഡേയ്സ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ എനിക്ക് ടോട്ടൽ 5 ഓഡ് ഡേയ്സ് എന്ന് കിട്ടി. ഇനി ഞാൻ ഫ്രണ്ടിലേക്കാണോ ഈ ഓഡ് ഡേയ്സ് കൂട്ടി പോകേണ്ടത് അതോ ബാക്കിലേക്കാണോ പോകേണ്ടത്? നോക്കിക്കേ, 2019 ഇത് 2023 നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രണ്ടിലേക്ക് കൗണ്ട് ചെയ്ത് പോകണം അല്ലേ? അപ്പോൾ ഈ കിട്ടിയ 5 എന്ന് പറയുന്ന ആ ഒരു നമ്പർ നിങ്ങൾ ഏത് ദിവസത്തിനോട് കൂടി കൂട്ടണം? വെനസ്ഡേ ആണെന്ന് എനിക്കറിയാം. വെനസ്ഡേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കൗണ്ട് ചെയ്ത് വരുമ്പോൾ 5 ഓഡ് ഡേയ്സ് ഉണ്ടെന്നാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ വെനസ്ഡേ കഴിഞ്ഞിട്ട് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ. അപ്പോൾ മൺഡേ എന്ന് പറയുന്ന ദിവസമായിരിക്കും 5 ദിവസം ഫ്രണ്ടിലേക്ക് കൗണ്ട് ചെയ്ത് വരുമ്പോൾ മൺഡേ ആയിരിക്കും 2023 ഏപ്രിൽ 10. അപ്പോൾ മൺഡേ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്തെടുക്കുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. ഡയറക്ഷനിലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യണം ഈ ക്വസ്റ്റ്യൻ.
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ട് തോന്നും. ആംഗിൾസ് തന്നിട്ടുണ്ട്, അത് പെർഫെക്റ്റ് ആയിട്ട് 90 ഡിഗ്രി 180 ഡിഗ്രി അല്ലെങ്കിൽ ബാക്ക് ടേൺ ചെയ്തു അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കണേ. 192 ഡിഗ്രി തിരിഞ്ഞു, പിന്നെ 492 ഡിഗ്രി തിരിഞ്ഞു അല്ലേ. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ എങ്കിലും അതെങ്ങനെ ചെയ്യണേന്ന് പറഞ്ഞു തരാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഉമേഷ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുക, നടക്കാൻ പോവാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ അല്ലെ. വെറുതെ എന്തിനാണ് നമ്മളിനി അവിടെ തെറ്റിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ എവിടെന്നെങ്കിലൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ സപ്പോസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം, എ എന്ന് പറയുന്ന പോയിന്റ്. ഇനി ആ പോയിന്റിൽ നിന്ന് ഉമേഷ് എന്ത് ചെയ്യുക, നടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് നടക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ, നോർത്ത് ഡയറക്ഷനിലേക്ക് 12 കിലോമീറ്റർ നടക്കുന്നു. അപ്പോൾ നോർത്ത് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് അല്ലേ. അപ്പോൾ ആ പൊസിഷൻ ആ ഒരു ഡയറക്ഷനിലേക്ക് 12 കിലോമീറ്റർ നടക്കുന്നു. അപ്പോൾ ഒരു ലൈൻ വരച്ചിട്ട് അതിന് 12 കിലോമീറ്റർ എന്ന് ഞാൻ അടയാളപ്പെടുത്തി. ഇനി അടുത്തത് എന്താ, ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 36 കിലോമീറ്റർ. അപ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ വലതുഭാഗം എവിടെയായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ എൻ്റെ വലതുഭാഗം ഏതാ, ഈ വശം അല്ലേ. അപ്പോൾ ഇതായിരിക്കും ആരുടെ, ഉമേഷിൻ്റെ ഇപ്പോഴത്തെ റൈറ്റ് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ വലതുഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് 36 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഉമേഷ് നിൽക്കുന്നത്, ഉമേഷ് എങ്ങോട്ടാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, ആ ആരോ മാർക്കിന്റെ ഹെഡ് എങ്ങോട്ടാണ് സൂചിപ്പിക്കുന്നത്, ഈസ്റ്റ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഉമേഷ് നിൽക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഇവിടെ നിന്നിട്ട് അയാൾ ഇനി കുറേ തിരിയാൻ പോവുക, ആന്റി ക്ലോക്ക് വേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തിരിയാൻ പോവുക. അപ്പോൾ ആ തിരിയുന്നത് എത്ര ഡിഗ്രികളാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കിക്കേ, തന്നിട്ടുണ്ട് നമുക്ക്, ഹി റൊട്ടേറ്റ്സ് 192 ഡിഗ്രി ഇൻ ആന്റി ക്ലോക്ക് വേസ് ഡയറക്ഷൻ. ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എത്ര തിരിഞ്ഞു, 192 ഡിഗ്രി ആദ്യം തിരിയുന്നു. അതിനുശേഷം എഗെയിൻ എന്ത് ചെയ്യുന്നു, 340 ഡിഗ്രി അതേ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നു. അതിനുശേഷം 492 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് എഴുതി കണ്ടുപിടിക്കാൻ പോവാ ആന്റി ക്ലോക്ക് വൈസ്. നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് എനിക്കിന് എടുത്ത് മെഷർ ചെയ്തിട്ട് എക്സാം ഹാളിൽ ഇരുന്നിട്ട് വരയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. 192 ഡിഗ്രി ഏകദേശം ഒരു ഉദ്ദേശം വെച്ച് വരച്ചാലും തെറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് അയാൾ എത്ര ഡിഗ്രി ടോട്ടൽ തിരിഞ്ഞു എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്, ഫസ്റ്റ് 192 ഡിഗ്രി തിരിഞ്ഞു അല്ലേ, 192 ഡിഗ്രി തിരിഞ്ഞു. അതിനുശേഷം എത്ര ഡിഗ്രി തിരിഞ്ഞേ, 340 ഡിഗ്രി തിരിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഡിഗ്രി തിരിഞ്ഞു, 532 ഡിഗ്രി അയാൾ ടോട്ടൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു. ഇനി അതേപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അപ്പോൾ ഇത്ര 2 തവണ അയാൾ റൊട്ടേറ്റ് ചെയ്തിട്ട് മൊത്തം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 532 ഡിഗ്രി തിരിഞ്ഞിട്ട് എവിടെയാണോ എത്തിയത് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്നും അയാൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എത്ര ഡിഗ്രി തിരിഞ്ഞു എന്നാ പറഞ്ഞേ, 492 ഡിഗ്രി അല്ലേ, 492 ഡിഗ്രി അയാൾ ടോട്ടൽ തിരിഞ്ഞു. അപ്പോൾ ഇങ്ങനെ തന്നു. അപ്പോൾ ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വന്ന ചേഞ്ച് കണ്ടുപിടിച്ചു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അയാൾ എത്ര തിരിഞ്ഞു എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി, ഇവരെ രണ്ടുപേരും ഞാൻ മൈനസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ അവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇപ്പം ഞാൻ 360 ഡിഗ്രി 180 ഡിഗ്രി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു 10 ഡിഗ്രി നമ്മൾ ക്വാഡ്രൻസ് ഒക്കെ പഠിക്കുന്നതല്ലേ, ഫസ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് തേർഡ് ഫോർത്ത് ഒക്കെ പഠിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ ചേഞ്ച് ഇപ്പം ഞാനിപ്പോൾ 0 ഡിഗ്രി എന്ന് പറയുന്നതും ഒരു തവണ ഫുള്ള് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ വന്ന് നിൽക്കുന്നതും എന്തിനോട് തുല്യ, എൻ്റെ പൊസിഷനിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 0 ഡിഗ്രി എന്ന് പറയുന്നതും 360 ഡിഗ്രി എന്ന് പറയുന്നതും 720 ഡിഗ്രി എന്ന് പറയുന്നതൊക്കെ എന്താ ഒരേ പൊസിഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടോട്ടൽ എല്ലാ ഡിഗ്രി ഇരുന്നിട്ട് ഇങ്ങനെ വരയ്ക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. ടോട്ടൽ അവിടെ വരുന്ന എത്ര ആംഗിളിൽ വരുന്ന ടോട്ടൽ ചേഞ്ച്, പൊസിഷനിൽ വരുന്ന ചേഞ്ച് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചേ, 532 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയി, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 492 ഡിഗ്രി പോയി എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ഡിഗ്രിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്, 40 ഡിഗ്രിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. 40 ഡിഗ്രി ഇയാൾ ഈസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ 40 ഡിഗ്രി അയാളുടെ പൊസിഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ഞാൻ മാർക്ക് ചെയ്യേണ്ടത്, അതോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ മാർക്ക് ചെയ്യേണ്ടത്, ഏതാ വലുത്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നിരിക്കുന്ന ആംഗിൾ ആണ് വലുത് അല്ലെ. 532 ആണ്, അതിൽ നിന്നാണ് നമ്മൾ 492 മൈനസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 40 ഡിഗ്രി ചേഞ്ച് വരുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും, നമ്മുടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈസ്റ്റിൽ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ 40 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ പോകണ്ടേ, ക്ലോക്ക് ഇങ്ങോട്ടല്ലേ തിരിയുന്നത്, ആന്റി ക്ലോക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അയാൾ എങ്ങോട്ടാ പോകുന്നത്, 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതാണല്ലോ 90 ഡിഗ്രി, 90 ഡിഗ്രി ഒന്നും തിരിയുന്നില്ല, 45 40 അതിന്റെ ഇടയിലായിട്ടല്ലേ. അപ്പോൾ ഏകദേശം ഇങ്ങോട്ടായിരിക്കും അയാൾ തിരിയുന്നുണ്ടാവുക. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ, അപ്പോൾ ടോട്ടൽ 40 ഡിഗ്രിയാണ് അയാളുടെ പൊസിഷനിൽ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഈ 40 ഡിഗ്രി അയാൾ തിരിഞ്ഞിട്ട് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ ഈ ഡയറക്ഷൻ അല്ലേ, അത് ഏത് ഡയറക്ഷൻ ആണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ സപ്പോസ് നമ്മുടെ നോർത്തും സൗത്ത് ഈസ്റ്റ് ഒക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാ, നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിൽ കിടക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ അല്ലേ. അപ്പൊ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ഉണ്ടോ നോർത്ത് ഈസ്റ്റ്, ഓപ്ഷൻ എ നോർത്ത് ഈസ്റ്റ് ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുക. മൊത്തം ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഡിഫറൻസ്, ടോട്ടൽ അവിടെ വരുന്ന ആംഗിളിലെ ഡിഫറൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി.
അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വരാന്ത റേസിന്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള സിലബസുകളെ ഓറിയന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫാക്കൽറ്റീസ് എടുത്തു കൊടുക്കുന്ന ക്ലാസ്സുകളാണ്. അത് ഏകദേശം ഒരു 70 to 80% കംപ്ലീറ്റ് ആവുന്നതോടുകൂടെ സ്റ്റുഡൻസിനെ നമ്മൾ ഗ്രൂപ്പുകളായി തരംതിരിച്ച് മെറ്റീരിയൽസ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മൾ പലതരത്തിലുള്ള സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എക്സ്ട്രീം സർക്കിളുകളാണ്. അപ്പോൾ അവിടെ മെറ്റീരിയൽസിന്റെ ബുദ്ധിമുട്ട്, ടഫ് ലെവൽ, ഹാർഡ്നെസ് ലെവൽ അല്ലെങ്കിൽ ആ ഒരു ലെവൽ കുറച്ചും കൂടി കൂട്ടുന്നു. അവിടെ നമുക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മൾ അവിടെയും ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം വരുന്ന എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചുകളാണ് സൂപ്പർ ബാച്ചുകൾ. അപ്പോൾ ഈ പറയുന്ന പോലെ CGL, MTS, ബാങ്കുകളുടെ എക്സാം അതിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ സൂപ്പർ ബാച്ചുകൾ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം 5ാമത്തെ ലെവൽ എന്ന് പറയുന്നത് മോക്ക് എക്സാംസ് എങ്ങനെ പെർഫോം ചെയ്യണം എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് ലെവലാണ് റിപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം പ്രിലിംസും മെയിൻസും ക്വാളിഫൈ ചെയ്ത സ്റ്റുഡന്റിന് ഇന്റർവ്യൂ, ബാങ്ക് എക്സാമുകളിലൊക്കെ നമുക്ക് ഇന്റർവ്യൂ വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി, ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മോക്ക് ഇന്റർവ്യൂ പരിശീലനമാണ് 6ാമത്തെ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചുകളിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന 2 നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. 30 സെക്കൻഡ് സമയം. ഓക്കെ, 30 സെക്കൻഡ് കറക്റ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നോക്കാം, എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്ക് പെട്ടെന്ന് ഇത് നോക്കിയപ്പോൾ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കിയപ്പോൾ നടുക്ക് കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 2ഉം എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 5ൻ്റെ മൾട്ടിപ്പിളാണ്. 3ൻ്റെയും മൾട്ടിപ്പിളാണ്, അതല്ലാതെ 5ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ള ഒരു സംഭവമാണ് എൻ്റെ കണ്ണിൽ ആദ്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നോക്കിക്കേ, ഫസ്റ്റ് നമ്പർ, തേർഡ് നമ്പർ, ഇവിടെ നടുക്ക് കിടക്കുന്ന നമ്പറാണ്. തന്നിരിക്കുന്ന 2 എക്സാമ്പിളിലും മിഡിൽ നമ്പർ അല്ലെങ്കിൽ സെക്കൻഡ് നമ്പറാണ് വലിയ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ ഫസ്റ്റ് നമ്പറിനെയും തേർഡ് നമ്പറിനെയും ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും എന്നിട്ടുണ്ടാവുക എൻ്റെ സെക്കൻഡ് നമ്പർ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ 36, 18, 15, 8. അപ്പോൾ 90 എന്ന് പറയുന്നത് 90 അല്ലെങ്കിൽ 35 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 5ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് എനിക്ക് ഓൾറെഡി കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 36, അപ്പോൾ ഫസ്റ്റ് നമ്പർ അതിൽ നിന്ന് ഞാൻ തേർഡ് നമ്പർ മൈനസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്രയാണെന്ന് കിട്ടും? ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നതെങ്കിൽ 36 നിന്ന് 18 ഞാൻ കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് ആൻസർ എത്രയാണെന്ന് കിട്ടും? 18 എന്ന് പറയുന്ന ആൻസർ തന്നെ കിട്ടും അല്ലേ? 18 കിട്ടി. ആ 18നെ 5 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തെന്ന് കിട്ടും? 90 എന്ന് കിട്ടും. ഈ 90 അല്ലേ അവർ സെക്കൻഡ് നമ്പർ ആയിട്ട് അവിടെ എഴുതിയിരിക്കണേ അല്ലേ? ഫസ്റ്റ് നമ്പറിൽ നിന്നും തേർഡ് നമ്പർ മൈനസ് ചെയ്തു, കിട്ടിയ ആൻസറിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവർ സെക്കൻഡ് നമ്പർ ആയിട്ട് അവിടെ എഴുതി. അപ്പോൾ സെക്കൻഡ് നമ്പർ വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ ഇൻറ്റു 5. അതാണ് ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. വേണ്ടല്ലോ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. 15, 35, 8 അല്ലേ? അപ്പോൾ 15 ഫസ്റ്റ് നമ്പർ, അതിൽ നിന്ന് ഞാൻ തേർഡ് നമ്പർ ആയിട്ടുള്ള 8നെ മൈനസ് ചെയ്ത് കളയുന്നു. എത്രയാണ് ആൻസർ കിട്ടും? 7 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ആ 7നെ ഞാൻ ഇനി എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 7 × 5 എത്രയാ? 35. ഈ 35 അല്ലേ അവർ സെക്കൻഡ് നമ്പർ ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്? അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതേ റൂള് ഫോളോ ചെയ്ത് വരുന്ന പെയർ ഏതാണെന്നുള്ളത് ഓപ്ഷൻസിൽ നിന്നും കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ, 14, 5 ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും. അവരുടെ ഡിഫറൻസ് എത്രയാ? 14 നിന്ന് 5 കുറക്കുമ്പോൾ എനിക്ക് 9 എന്ന് കിട്ടും. 9 × 5 എത്ര തന്നെയാണ്? 45 തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. 14, 7 കുറയ്ക്കുമ്പോൾ 7 എന്ന് കിട്ടും. 7 × 5 35 ആണ്. അപ്പോൾ ഒരിക്കലും 42 ആവില്ല അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 ഓപ്ഷൻ അവിടെ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ കിടക്കുന്നത് ഈ 2 ഓപ്ഷനാണ്. അതിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ, കിട്ടുന്ന ആൻസർ ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു സെക്കൻഡ് നമ്പർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. കോഡിംഗ് ആണ്. വേസ്റ്റ് എന്ന് പറയുന്ന വാക്ക് കോഡ് 60 ആണ്. ബ്രാൻഡഡ് എന്ന് പറയുന്ന മറ്റൊരു വാക്ക് കോഡ് 84 ആണ്. അങ്ങനെയാണെങ്കിൽ സീലിംഗ് ഫാൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ കോഡ് എന്തായിരിക്കും?
30 സെക്കൻഡ് സമയം ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അങ്ങനെ നമുക്ക് വലിയ രീതിയിലുള്ള നമ്മൾ ഡയഗണലി ക്രോസ് റിലേഷൻഷിപ്പ് ഒക്കെ പഠിച്ചില്ലേ, അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ എന്ന് പറയുന്നത് വേസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ കോഡ് 60 എന്നാണ് തന്നിരിക്കണേ. 60 84. എഗെയിൻ എനിക്ക് ഇവിടെ ഫസ്റ്റ് മനസ്സിലായ കാര്യം 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അതല്ലാതെ എന്തിൻ്റെയും കൂടെ മൾട്ടിപ്പിൾ ആണ്, 4ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലാതെ 3ൻ്റെയും ആണ്, അല്ലാതെ 4 3. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിന്ന് വരില്ല അല്ലേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വേസ്റ്റ് എന്ന് പറയുന്ന വാക്ക് 60 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തിയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യും, അവരുടെ പൊസിഷണൽ വാല്യൂസ് എല്ലാം കൂട്ടി നോക്കിയിട്ട് 60 കിട്ടുന്നുണ്ടോ നോക്കും, അല്ലെങ്കിൽ റിവേഴ്സ് ലെറ്റേഴ്സിൻ്റെ പൊസിഷൻസ് എല്ലാം കൂട്ടി നോക്കിയിട്ട് 60 കിട്ടുന്നുണ്ടോ നോക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് നമ്പർ അവിടെ കൂട്ടുന്നുണ്ടെങ്കിൽ 60 കിട്ടുന്നുണ്ടോ, അങ്ങനെയല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കോഡ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വേസ്റ്റ് എന്ന് പറയുന്ന വാക്ക് 60. അപ്പോൾ എന്താ ചെയ്തിരിക്കണേ, വേസ്റ്റ് എന്ന് പറയുന്ന വാക്കിൽ എത്ര ആൽഫബറ്റുകൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. WASTE 5 ആൽഫബറ്റുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ആൽഫബറ്റ്സ് അവർ കൗണ്ട് ചെയ്തിട്ട് എന്തിനോടുകൂടെ കൂട്ടല്ല, എന്തിനോടുകൂടെ ഗുണിച്ചു, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. വേസ്റ്റ് എന്ന് പറയുന്ന വാക്കിൽ 5 ആൽഫബറ്റ് ഉണ്ട്. 5 1 2 3 4 5. ആ 5നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അവരുടെ കോഡായിട്ടുള്ള 60 എന്ന് പറയുന്ന ആൻസറിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയത്. അതേപോലെ ബ്രാൻഡഡ് എന്ന് പറയുന്ന വാക്കിൽ എത്ര ആൽഫബറ്റുകൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 3 4 5 6 7 അല്ലെ, 7 ആൽഫബറ്റുകൾ ഉണ്ട്. അപ്പോൾ ആ നമ്പർ ഓഫ് ആൽഫബറ്റ് 7 ആണ്. 7നെ എഗെയിൻ ഞാൻ 12 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പറുമായി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ആൻസർ എത്രയാണെന്ന് കിട്ടി, 84 എന്ന് പറയുന്ന ആൻസറിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റി. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, നമ്പർ ഓഫ് ആൽഫബറ്റ്സ് കൗണ്ട് ചെയ്തു, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ സീലിംഗ് ഫാൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എന്ത് ചെയ്താൽ മതി, ആൽഫബറ്റുകൾ കൗണ്ട് ചെയ്തോ, എത്ര എണ്ണം വരുന്നുണ്ട്, 11 അല്ലെ. 11 ആൽഫബറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിൽ 11 ആൽഫബറ്റുകൾ എന്ന് കിട്ടിയാൽ വേണമെങ്കിൽ ഓപ്ഷൻസിൽ നോക്കിയിട്ട് 11ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ പെട്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് 132 ആണ് 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ. നോക്കിക്കേ, ഇത് ഓഡ് പ്ലേസസിന്റെ സമ്മ് ഈവൺ പ്ലേസസിന്റെ സമ്മ് ഈക്വൽ ആണ്. 1 + 2 3, നടുക്കിടക്കുന്നത് 3 തന്നെയാണ് അല്ലെ. 132 എത്രയാ, 11 × 12 132 എന്ന് പറയുന്ന ആൻസറിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും, 132. എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. ബ്ലഡ് റിലേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. നോക്കിക്കേ, ടി ഈസ് ദി മദർ ഓഫ് എസ് ഫാദർ അല്ലെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒത്തിരി പേരെ പറയുന്നുണ്ട്, ടി എസ് സെഡ് അല്ലേ, യു ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളും വായിച്ചിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ നിങ്ങൾ ഫാമിലി ട്രീയിൽ അപ്പോൾ തന്നെ പ്ലേസ് ചെയ്ത് പോകും. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എന്താ, ടി ഈസ് ദി മദർ ഓഫ് എസ് ഫാദർ അല്ലെ. എസിന്റെ ഫാദറിന്റെ അമ്മയാണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ടിയെ നിങ്ങൾ പ്ലേസ് ചെയ്യും. ടിയെ നിങ്ങൾ ആദ്യം പ്ലേസ് ചെയ്തു. ടിയെ ഞാൻ വരച്ചു. ടി എന്ന് പറയുന്ന ആരാ, മദർ ആണ്. അപ്പൊ ജെൻഡർ എനിക്ക് കിട്ടി അല്ലെ, ഫീമെയിൽ ആണ്. ടി ഈസ് ദ മദർ ഓഫ് എസിന്റെ അച്ഛൻ. അപ്പൊ ഇവിടെ ആരോ വരുന്നുണ്ട്, പ്ലസ് ഒരു മെയിൽ വരുന്നുണ്ട്, അതിന്റെ മകനായിരിക്കും എസ് എന്ന് പറയുന്നത്. അപ്പൊ എസിന്റെ അച്ഛന്റെ അമ്മയാണ് ടി അല്ല. അപ്പൊ ഇവിടെ 3 ജനറേഷനാണ് അവിടെ പറഞ്ഞിരിക്കണേ. ഈ നടുക്ക് വരുന്നത് ആരാന്നുള്ളത് എനിക്ക് അറിയില്ല, എസിന്റെ അച്ഛൻ ആരാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാനൊരു റൗണ്ട് ബ്ലാങ്ക് സ്പേസ് വരച്ചു. പക്ഷെ അതിന്റെ ജെൻഡർ എനിക്കറിയാം, അച്ഛനാണല്ലോ, മെയിലാണ്. എഗെയിൻ അതിന്റെ അമ്മയാണ് ആരെന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പ്ലേസ് ചെയ്യാൻ പറ്റി. അടുത്ത സെന്റൻസ് വായിച്ചു നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അല്ലേ. അടുത്തത്, വി ഈസ് ദി ഓൺലി സൺ ഓഫ് ഡബ്ല്യു ഹു ഈസ് മാരീഡ് ടു ടി. അപ്പോൾ വി എന്ന് പറയുന്നത് ആരാ, ആ ഡബ്ല്യുവിന്റെ ഒരേ ഒരു മോനാണ് വി എന്ന് പറയുന്നത്. ഡബ്ല്യു ആരാ, ടി കല്യാണം കഴിച്ചിരിക്കുന്നത് ആരെയാണോ. അപ്പോൾ ടി എന്ന് പറയുന്നത് ഫീമെയിൽ ആണെന്ന് എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ടി കല്യാണം കഴിച്ചത് ഡബ്ല്യുവിനെ എന്ന് പറയുമ്പോൾ ഡബ്ല്യു എന്തായാലും ആരായിരിക്കും, നമ്മൾ സാധാരണ ബ്ലഡ് റിലേഷൻ ചെയ്യുമ്പോൾ
ആകെ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്ന ജെൻഡർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു എന്തായാലും മെയിൽ ആയിരിക്കും. അപ്പോൾ ഡബ്ല്യു കിട്ടി, ജിയെ കിട്ടി എനിക്ക്. ഇനി ആരാ പറഞ്ഞിരിക്കുന്നത്? വി ഈസ് ദി ഓൺലി സൺ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡബ്ല്യുവിൻ്റെയും ടിയുടെയും ഒരേ ഒരു മകനാണ് ആരെന്ന് പറയുന്നത്? വി എന്ന് പറയുന്നത്. അപ്പോൾ വി ആയിരിക്കും ഈ കിടക്കുന്ന ബ്ലാങ്ക് സ്പേസിൽ വരുന്നുണ്ടാവുക അല്ലേ? ടി ഡബ്ല്യു ഒരേ ഒരു മകൻ വി. അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി. ഇനി അടുത്തത് എന്താ? എക്സ് ഈസ് ദി ഡോട്ടർ ഓഫ് യു. യുവിൻ്റെ ഡോട്ടറാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യു ആരാന്ന് നമുക്കറിയില്ലല്ലോ, ഇല്ല. വൈ ഈസ് ദി ബ്രദർ ഓഫ് എക്സ്. വൈ ഈസ് ദി ബ്രദർ ഓഫ് എക്സ് ആൻഡ് മാരിഡ് ടു സെഡ്. അടുത്തെന്താ? എക്സ് ഈസ് ദി ഡോട്ടർ ഓഫ് യു. ഇവിടെ പറയുന്നുണ്ട് യു ഈസ് ദി വൈഫ് ഓഫ് എസ് എന്നുള്ളത് അല്ലേ? യു ഈസ് ദി വൈഫ് ഓഫ് എസ്. അപ്പോൾ എസ് എന്ന് പറയുന്നത് ഫീമെയിൽ ആയിരിക്കും, മെയിൽ ആയിരിക്കും. എസിന്റെ വൈഫാണ് ആരെന്ന് പറയുന്നത്? യു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം മാർക്ക് ചെയ്തു. അതിനുശേഷം യുവിനെ വെച്ചിട്ട് എനിക്ക് പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. എക്സ് ഈസ് ദി ഡോട്ടർ ഓഫ് യു എന്ന് പറയുമ്പോൾ താഴത്തെ ജനറേഷനിലായിരിക്കും എക്സ് വരുന്നുണ്ടാവുക. ജെൻഡർ കിട്ടി ഫീമെയിൽ ആണ് അല്ലേ? ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? വൈ ഈസ് ദി ബ്രദർ ഓഫ് എക്സ്. വൈ എന്ന് പറയുന്നത് ആരാ? എക്സിന്റെ ബ്രദർ ആണ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതും കിട്ടി, അതും ഞാൻ മാർക്ക് ചെയ്തു. അടുത്ത എന്താ? ആൻഡ് മാരീഡ് ടു സെഡ്. സെഡുമായിട്ടാണ് കല്യാണം കഴിച്ചേക്കുന്നത് അല്ലേ? വൈ ഈസ് ദി ബ്രദർ ഓഫ് എക്സ് ആൻഡ് മാരിഡ് ടു സെഡ്. അപ്പോൾ സെഡ്. അപ്പോൾ സെഡിനെ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻ അതൊന്നും അല്ല. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എസും സെഡും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എസും സെഡും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കേ. സെഡിന്റെ ഭർത്താവ് ഹസ്ബൻഡ് ആണ് വൈ എന്ന് പറയുന്നത്. ആ വൈയുടെ അച്ഛനാണ് എസ് എന്ന് പറയുന്നത് അല്ലേ? ദേ സെഡും എസും തമ്മിലുള്ള ബന്ധം എന്താ? സെഡിന് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല, സെഡിന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻ വരുന്നുണ്ടാവുക? ഹസ്ബൻഡ്സ് ഫാദർ. ഹസ്ബൻഡ്സ് ഫാദർ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഹസ്ബൻഡ്സ് ഫാദർ എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ. ഫാമിലി ട്രീ ഇതേപോലെ വരും. നിങ്ങൾ ഫാമിലി ട്രീ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. അഗൈൻ കോഡിങ്ങിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോറൻസ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെ 86 എന്ന് അവർ കോഡ് ചെയ്തു? അതേ റിലേഷൻഷിപ്പാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് 114 അല്ലെ? 114 അങ്ങനെയാണെങ്കിൽ ഫോറിൻ എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് കോഡ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ഏതായിരിക്കും? ചെയ്തു തുടങ്ങാം അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഫ്ലോറൻസ്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം, എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഫ്ലോറൻസ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് 86 ആവുന്നത്? ഇവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോറൻസ് എന്ന് പറയുന്ന വാക്കിലെ ഓരോ ആൽഫബറ്റുകളുടെയും പൊസിഷണൽ വാല്യൂസ് അവർ ആദ്യം എഴുതി കൂട്ടി. അപ്പോൾ ഫ്ലോറൻസ് എന്ന് പറയുമ്പോൾ എഫിന്റെ പൊസിഷണൽ വാല്യൂ എത്രയാ? 6. അടുത്തത് എന്താ? എൽ ആണ്. എല്ലിന്റെ പൊസിഷണൽ വാല്യൂ 12 ആണ്. അടുത്തത് ഒ ആണ്. ഒ 15 ആണ്. അതിനുശേഷം 6 ആണ്. 6 18 ആണ്. ഇ 5. എൻ എത്രയാ? 14 ആണ്. സി 3 ആണ്. ഇ അഗൈൻ 5 ആണ്. ഇതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് എത്രയാണെന്ന് നമുക്ക് ആൻസർ കിട്ടും? 78 അല്ലേ? എല്ലാം കൂടി കൂട്ടുമ്പോൾ പൊസിഷൻ വാല്യൂസ് എല്ലാം ഞാൻ കൂട്ടുന്ന സമയത്ത് എനിക്ക് 78 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നുണ്ട്. ഇനി 78 ആണോ കോഡായി തന്നിരിക്കുന്നത്? അല്ല, 86 ആണ് തന്നിരിക്കുന്നത്. ഈ 78നോട് കൂടെ എത്ര കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 86 എത്തും? 8 കൂട്ടിയാൽ എനിക്ക് 86ലേക്ക് എത്തും. അപ്പോൾ 8 എന്ന് പറയുന്ന നമ്പറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കണ്ടേ? അപ്പോൾ ഈ ഫ്ലോറൻസ് എന്ന് പറയുന്ന വാക്കിൽ ആൽഫബറ്റുകളൊന്നും നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിക്കേ, എത്ര ആൽഫബറ്റുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് കൂട്ടുന്ന സമയത്ത് 4 4 8. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? തന്നിരിക്കുന്ന വാക്കിലെ ആൽഫബറ്റ് പൊസിഷൻ വാല്യൂസ് എഴുതി അതെല്ലാം കൂടി കൂട്ടി പ്ലേസ് വാല്യൂസിന്റെ സം എടുത്തു. അതിനുശേഷം അതിനോടുകൂടെ എന്ത് കൂട്ടി? അതിലുള്ള നമ്പർ ഓഫ് ആൽഫബറ്റുകളുടെ കൗണ്ട് കൂട്ടി അല്ലെ? അപ്പോൾ എന്താ ഇവിടുത്തെ കോഡ് എന്ന് പറയുന്നത്? പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ പൊസിഷണൽ വാല്യൂസിന്റെ സമ്മ് പ്ലസ് നമ്പർ ഓഫ് ആൽഫബറ്റ്സുകൾ കൂട്ടിയപ്പോഴാണ് അവർക്ക് അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കോഡുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഫോറിൻ എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ഫോറിൻ എന്ന് പറയുന്ന സമയത്ത് എഫ് ഇതേപോലെ നിങ്ങൾ എഴുതി പൊസിഷണൽ വാല്യൂസിന്റെ സമ്മ് എടുക്കുക. 6 6 15 15 6 പ്ലസ് 15 പ്ലസ് 18 പ്ലസ് 5 പ്ലസ് 9 പ്ലസ് ജി എത്ര വരിക? 7 പ്ലസ് 14 എത്രന്ന് വരും? 74
അല്ലേ 74 എന്ന് എനിക്ക് പൊസിഷണൽ വാല്യൂസിന്റെ സമ്മ് കിട്ടി. ഇനി ഇതിനോട് കൂടെ എനിക്ക് എന്ത് കൂട്ടേണ്ടി വരും? ആ ഫോറിൻ എന്ന് പറയുന്ന വാക്കിൽ എത്ര ആൽഫബറ്റുകൾ ഉണ്ട്? 7 ആൽഫബറ്റുകൾ ഉണ്ട് അല്ലേ? അപ്പോൾ 74 + 7 81 ആയിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ. 81 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ സി 81 ആയിരിക്കും ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേസ് വാല്യൂസിന്റെ സമ്മ് പ്ലസ് നമ്പർ ഓഫ് ആൽഫബറ്റ്സുകൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ റെസ്പെക്റ്റീവ് കോഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്തെടുക്കുക. 81 ആണ് ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഡിറക്ഷനിലൊരു ക്വസ്റ്റ്യൻ ആണ്, പാരഗ്രാഫ് പോലെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്തു നോക്കുക. എന്താ പറയുന്നത് നോക്കിയേ. വിപുൽ എന്ത് ചെയ്യുന്നു? ആ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടാൻ പോവാണ്. അപ്പോൾ ഓരോ ഡയറക്ഷനിലും തിരിഞ്ഞിട്ട് എത്ര മീറ്റർ സഞ്ചരിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുക. സപ്പോസ് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എനിക്കറിയില്ല വരച്ച് എത്ര വരുന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ഉള്ള സ്ഥലം പോലെ ഞാൻ താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്നാണ് അയാൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് 20 മീറ്റർ സഞ്ചരിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നോർത്തും സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയണം അല്ലെ? അപ്പൊ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് 20 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലേക്ക് 20 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഹി ദെൻ ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്സ് 15 മീറ്റർ. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് പൊസിഷനാ? ഈ പൊസിഷൻ അല്ലെ? അപ്പൊ ഇങ്ങോട്ട് പോയിട്ട് 15 മീറ്റർ സഞ്ചരിച്ചു. 15. അടുത്ത എന്താ പറയുന്നത്? ഹി ടേൺസ് ലെഫ്റ്റ് അഗെയിൻ ആൻഡ് വാക്സ് 10 മീറ്റർ. അഗെയിൻ അയാൾ എന്ത് ചെയ്തു? ഒരു 10 മീറ്റർ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് നടക്കാൻ പോവുക. അപ്പൊ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് വന്നു? ഈ ഡയറക്ഷൻ അല്ലെ? ഇങ്ങോട്ട് 10 മീറ്റർ. ഇത് മൊത്തം 20 ആണ്. സോ ഏകദേശം ഒരു പകുതി 10 മീറ്റർ ഞാൻ അത് മാർക്ക് ചെയ്തു. ഈ അടുത്ത സെന്റൻസ് വായിച്ചു നോക്കിക്കേ. ഹി ദെൻ ടേക്സ് എ റൈറ്റ് ടേൺ ആൻഡ് വാക്സ് 20 മീറ്റർ. ഇവിടെ നിന്ന് അയാൾ എന്ത് ചെയ്തു? റൈറ്റിൽ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് 20 മീറ്റർ നടക്കാൻ പോവുക. അപ്പൊ ഇവിടെ നിന്ന് വലതു ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഏകദേശം 20 മീറ്റർ അയാൾ നടക്കുന്നു. അതിനുശേഷം എന്താ? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് വാക്സ് 14 മീറ്റർ അല്ലെ? അഗൈൻ ലെഫ്റ്റിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ ആണ്. 14 മീറ്റർ ആണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ നമ്മൾ ഓൾറെഡി 10 മീറ്റർ കവർ ചെയ്തു. ഇത് ടോട്ടൽ 20 മീറ്ററാ. അപ്പൊ ഇവിടെ നിന്ന് കറക്റ്റ് അതിന്റെ ഈ ലെവലിലേക്ക് എത്തുമ്പോൾ 10 മീറ്റർ കഴിഞ്ഞു, 14 മീറ്റർ അല്ലേ? അപ്പോൾ ഒരു 4 മീറ്ററും കൂടെ അയാൾ ഫ്രണ്ടിലേക്ക് പോയി. ഓക്കെ, 14 മീറ്റർ ഞാനത് വരച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ പറയുന്നത്? ഹി ടേക്സ് എ ഫൈനൽ ലെഫ്റ്റ് ടേൺ ആൻഡ് വാക്സ് 45 മീറ്റർ ടുവേർഡ്സ് ദ പോയിന്റ് എക്സ് അല്ലേ? അപ്പൊ എന്നിട്ട് എന്താ ചെയ്യുന്നത്? അയാൾ ഇവിടെ നിന്നും ഒരു ലെഫ്റ്റ് ടേൺ ചെയ്യുന്നു. ലെഫ്റ്റ് ടേൺ ചെയ്യാന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനാണ്? താഴേക്ക് അല്ലെ? സൗത്ത് ഡയറക്ഷനിലേക്ക് 45 മീറ്റർ യാത്ര ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ, ഇത് മൊത്തം 20, ഇവിടെ നിന്ന് ഇവിടം വരെ 15. അപ്പൊ 20 15 35. ഇവിടെ നിന്ന് ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ അതേ ലെവലിലേക്ക് എത്തുമ്പോൾ 35 മീറ്റർ ആയി. 35 മീറ്റർ 45 മീറ്റർ അയാൾ യാത്ര ചെയ്യണേ. അപ്പൊ കുറച്ച് താഴത്തേക്ക് ഒരു 10 മീറ്ററും കൂടെ അയാൾ വന്ന് കാണും. എന്നിട്ടാണ് അയാൾ എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് സ്ട്രൈറ്റ് ലൈനുകളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ എക്സ് എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതല്ല എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത് അയാൾ യാത്ര തിരിച്ച സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ സൗത്ത് ഭാഗത്ത് ഒരു 10 മീറ്റർ താഴെയായിട്ട് എന്തുണ്ട്? അയാളുടെ വീടിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പോൾ ഉണ്ട്. അപ്പൊ ഈ പൊസിഷൻ, ഈ എ എന്ന് പറയുന്ന പൊസിഷന്റെ 10 മീറ്റർ താഴെയായിട്ട് എന്തുണ്ട്? ഒരു പോൾ ഉണ്ട്. അപ്പൊ ഒരു പോളിനെ ഞാൻ മാർക്ക് ചെയ്തു. ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പൊ അയാൾ നിൽക്കുന്ന എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും എക്സും ആ പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാതെ നോക്കിക്കേ. അതിനാണ് ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആ 14 മീറ്ററിനെ 10 + 4 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് വരച്ചത്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാം ഇതൊരു റെക്ടാങ്കിൾ അല്ലേ? 10 ഇവിടെ 20 ടോട്ടൽ കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരു എക്സ്ട്രാ ഉള്ള 4 മീറ്റർ ആയിരിക്കും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എല്ലാം സ്ട്രൈറ്റ് ലൈനുകളല്ലേ? അപ്പോൾ 4 മീറ്റർ ആയിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻ ഡി 4 മീറ്റർ ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ ഡയഗ്രാം ഏകദേശം ഇങ്ങനെ വരും. നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. 4 മീറ്റർ ആയിരിക്കും അയാളുടെ വീടിന്റെ സൗത്ത് ഭാഗത്ത് 10 മീറ്റർ താഴെയായിട്ടുള്ള ഒരു പോളും അയാൾ ഇപ്പം നിൽക്കുന്ന എക്സ് എന്ന് പറയുന്ന പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്റർ. ക്വസ്റ്റ്യൻ ലെങ്ത് ആയി തോന്നുമെങ്കിലും എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
പ്രത്യേകിച്ച് കോഡൊന്നുമില്ല. അതിൽ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ? നോക്കിക്കേ, GKMI ഈ 4 ലെറ്ററുകൾ തന്നെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? നമ്മൾ ഇനി സപ്പോസ് 4 ലെറ്ററുകൾ 5 ലെറ്റർ അങ്ങനെ കോഡുകളാക്കി ഡിവൈഡ് ചെയ്താലും എന്താ എനിക്ക് മനസ്സിലാവുന്നത്, ഇവിടെ പ്രത്യേകിച്ച് റൂളുകൾ അല്ലെങ്കിൽ പ്ലസോ അഡിഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒന്നും വരുന്നില്ല. തന്നിരിക്കുന്ന ആൽഫബറ്റുകൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ റിപ്പീറ്റ് ആവുന്നതിന് എന്തെങ്കിലും പാറ്റേൺ, ജനറൽ ആയിട്ടൊരു പാറ്റേൺ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 4 സെറ്റാക്കി നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 4 സെറ്റാക്കി ഞാൻ ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തെ G ആണ്, ഇവിടെ തന്നിട്ടില്ല, ഇവിടെ K ആണ്, ഇവിടെ M ആണ്. എല്ലാം മാറി മാറി വരുന്നുണ്ട്. ആകെ 4 ആൽഫബറ്റുകൾ ഈ കോഡിലുള്ളൂ. അതെനിക്ക് മനസ്സിലായി. ഏതൊക്കെയാ? G ഉണ്ട്, I ഉണ്ട്, K ഉണ്ട്, M ഉണ്ട് അല്ലെ? ഈ 4 ആൽഫബറ്റുകൾ എനിക്ക് കോഡിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഫസ്റ്റത്തേതിൽ G വന്നിട്ടുണ്ട്, ഇവിടെ K വന്നിട്ടുണ്ട്, ഇവിടെ M വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ I വരാനുള്ള ചാൻസ് ഉണ്ട്. I ഓൾറെഡി അവർ തന്നിട്ടുണ്ടല്ലേ, സോറി, I ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. വരച്ചപ്പോൾ കാണാതായതാ. I ഓൾറെഡി തന്നിട്ടുണ്ട്. അവിടെ എന്തേ കാണാത്തതുള്ളൂ? സെക്കൻഡ് ആൽഫബറ്റ് ആണ് എനിക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലായി? G ഉണ്ട്, എല്ലാ 4 പേരിൻ്റെയും ആദ്യത്തെ ആൽഫബറ്റുകൾ എനിക്ക് ഉണ്ട് അല്ലേ? G ഉണ്ട്, I ഉണ്ട്, K ഉണ്ട്, M ഉണ്ട്. അതിനുശേഷം അടുത്തത് എന്താ വന്നിരിക്കുന്നത്? സെക്കൻഡ് ആൽഫബറ്റ് ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. 4 പേരിന് സെക്കൻഡ് ആൽഫബറ്റ് ഇല്ല. തേർഡ് ആൽഫബറ്റ് നോക്കിക്കോ. എന്നാൽ K ഉണ്ട്, M ഉണ്ട്, G ഉണ്ട്, I ഉണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി എങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇവർ ഒരു പൊസിഷൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് പോയിക്കുക. അതായത് GIKM എന്നുള്ളതിൽ അവർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്നും ഈ G ഇനി ഒരു പൊസിഷൻ എല്ലാവരും ഇങ്ങോട്ട് പോകും. അപ്പോൾ G ഇവിടെ ഉണ്ടാവില്ല, I ആയിരിക്കും ഈ പൊസിഷനിലേക്ക് വരുന്നുണ്ടാവുക. അതിനുശേഷം K ആയിരിക്കും സെക്കൻഡ് പൊസിഷൻ, തൊട്ടടുത്ത പൊസിഷനിലേക്ക് വരുന്നുണ്ടാവുക. M ആയിരിക്കും തൊട്ടടുത്ത പൊസിഷനിലേക്ക് വരുന്നുണ്ടാവുക. ഈ G എവിടെയായിരിക്കും? G ലാസ്റ്റ് പൊസിഷനിലേക്ക് വന്ന് കാണും. ഇനി അടുത്ത തവണ അവരെന്ത് ചെയ്യും? ഒരു തവണ കൂടെ ഫ്രണ്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ I ഇവിടെ നിന്ന് പോയിട്ട് G പണ്ട് ഇരുന്ന അതേ സ്ഥലത്തേക്ക് വരും. അപ്പോൾ K ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. ഒരു പൊസിഷൻ അവർ ഫ്രണ്ടിലേക്ക് സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ K ഇവിടെ ആയിരിക്കും, M ഇവിടെ ആയിരിക്കും, G ഇവിടെ ആയിരിക്കും, I എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ത് ചെയ്യും? ഒരു പൊസിഷൻ പിന്നെയും സ്കിപ്പ് ആവും ഫ്രണ്ടിലേക്ക് അല്ലേ? അപ്പോൾ K അവിടെ നിന്ന് പോയിട്ട് M ആയിരിക്കും ഈ പൊസിഷനിലേക്ക് വരുന്നുണ്ടാവുക. M-ന്റെ പൊസിഷനിൽ G വരും, G-യുടെ പൊസിഷനിൽ I വരും, I-യുടെ പൊസിഷനിൽ ആര് വരും? K വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് അവർ ഫ്രണ്ടിലേക്ക് ഓരോരോ പൊസിഷൻസ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് പോയേക്കുക. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റത്തേതിൽ GIKM. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അതിൻ്റെ ആൻസർ തുടങ്ങുന്നത് I എന്ന് പറയുന്ന ആൽഫബറ്റിലായിരിക്കും, GIKM. അടുത്തത് എന്തായിരിക്കും? GIKM കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പൊസിഷൻ ഫ്രണ്ടിലേക്ക് സ്കിപ്പ് ചെയ്തു അല്ലേ? അപ്പോൾ IKMG എന്ന് പറയുന്നതായിരിക്കും രണ്ടാമത്തെ ആൽഫബറ്റിന്റെ കോഡ്. അപ്പോൾ I ഉണ്ട്, ഡാഷ് ആണ് കിടക്കുന്നത്. ആ ഡാഷിൽ എന്ത് വരും? K വരുന്നുണ്ടാവും അല്ലേ? IK എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, IK അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ളതും കൂടി കൺഫേം ചെയ്യാം. മൂന്നാമത്തെ കോഡ് നോക്കിക്കേ, K-GI. അപ്പോൾ K-GI എന്ന് പറയുമ്പോൾ എന്താ അവിടെ വരുന്നത്? M ആണ് വരുന്നത് അല്ലേ? അപ്പോൾ IKMI. അടുത്തത് എന്തായിരിക്കും? M സെക്കൻഡ് ആൽഫബറ്റ് കാണാത്തത്, G ആണ് അവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ കറക്റ്റ് ആൻസർ IKMG ആയിരിക്കും. ഒന്നുമില്ല, GIKM എന്ന് പറയുന്ന 4 വാക്കുകൾ അവർ ഫ്രണ്ടിലേക്ക് ഓരോ പെയർ കഴിയുമ്പോഴും എന്ത് ചെയ്തു? ഓരോരോ ലെറ്ററുകളായിട്ട് ഫ്രണ്ടിലേക്ക് അവർ സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അതേ ഒരു സംഭവമേ ഉള്ളൂ. എളുപ്പമുള്ളൊരു കോഡാണ്. കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ആൽഫബറ്റുകൾ റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ എന്തോ ഒരു റൂൾ ഉണ്ട്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്, ചെയ്തു നോക്കാം. ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർസ് വേർ x is greater than y. x ആണ് y-യേക്കാളും വലുത്. x is greater than y. ചെയ്യാല്ലേ നമുക്ക്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, മനോജ് എന്ത് ചെയ്യുക? ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. മനോജ് യാത്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ A എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് മനോജ് യാത്ര ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? x കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്. അപ്പോൾ ഞാൻ സപ്പോസ് A ഇവിടെ അല്ല, ഇവിടെ മാർക്ക് ചെയ്യുന്നു, അപ്പോൾ വരയ്ക്കാൻ എളുപ്പമുണ്ടാവും. സൗത്ത് ഡയറക്ഷനിലേക്ക് x കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ സൗത്ത് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ അല്ലേ? താഴത്തേക്ക് x കിലോമീറ്റർ വന്നു. അതിനുശേഷം എന്താ? ആൻഡ് ദെൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ്സ് y കിലോമീറ്റർ.
ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു y കിലോമീറ്റർ കൂടെ പോകുന്നു. അപ്പോൾ സൗത്ത് ഡയറക്ഷനിലേക്ക് നിൽക്കുന്ന ഒരാളുടെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷൻ ആയിരിക്കും? ഈ ഡയറക്ഷനിലേക്ക് y കിലോമീറ്റർ സഞ്ചരിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? അത് കഴിഞ്ഞിട്ട് he then takes a right turn and drives for 4 kilometer to reach point D. അയാൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നും റൈറ്റ് വലതിലേക്ക് തിരിഞ്ഞിട്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നത്? 4 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ പോയിന്റ് ആയിരിക്കും ഡി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? മൊത്തം അയാൾ എയിൽ നിന്നും ഡിയിലേക്ക് എത്തുന്നതിന് വേണ്ടി മൊത്തം അയാൾ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാ പറയുന്നത്? 17 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. 17 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ എയും ഡിയും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസുകളുടെ ഗ്യാപ്പ് നോക്കിക്കേ. ആദ്യം ഒരു x കിലോമീറ്റർ പോയി, പിന്നെ ഒരു y കിലോമീറ്റർ പോയി, പിന്നെ ഒരു 4 കിലോമീറ്റർ പോയി. അപ്പോൾ ഈ മൊത്തം സഞ്ചരിച്ച ദൂരത്തിന്റെ സമ്മാണല്ലോ ഈ 17 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ x കിലോമീറ്റർ പ്ലസ് y കിലോമീറ്റർ പ്ലസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 17 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എത്രയായിരിക്കും? 17 മൈനസ് 4 13 ആയിരിക്കും എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എക്സും വൈയും കണ്ടുപിടിക്കാനാണോ? അതെ, പക്ഷെ അവിടെ എന്ത് പറയുന്നുണ്ട്? ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എക്സും വൈയും പെർഫെക്റ്റ് സ്ക്വയറുകളാണ് എക്സും വൈ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, 13 എന്ന് പറയുമ്പോൾ ആ ചെറിയ താഴത്ത് കിടക്കുന്ന 1 2 3 4 അതിൽ പെടുന്നതായിരിക്കും. അതിൽ ഏതൊക്കെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് എനിക്ക് 13 കിട്ടുന്നത്? അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ തമ്മിൽ കൂട്ടേണ്ടി വരും? 4ഉം 9, അല്ലെ? 9 4 കൂടി കൂട്ടുമ്പോൾ 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9. രണ്ടും പെർഫെക്റ്റ് സ്ക്വയറുകളാണ്. 4 + 9 = 13. അപ്പോൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ 4ഉം 9ഉം ആവാം. മേ ബി എക്സ് 4 ആണെങ്കിൽ വൈ 9 ആയിരിക്കും, എക്സ് 9 ആണെങ്കിൽ വൈ 4 ആയിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ അഗൈൻ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്, എക്സ് ആണ് വൈനേക്കാളും വലുത്. എക്സും വൈ ഞാൻ നോക്കുമ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്, 4 9. അതിൽ ആരാ വലുത്? എക്സ് ആണ് വലുത്. അപ്പോൾ 4 9 എന്ന് പറയുന്ന രണ്ട് വാല്യൂസിൽ 9 ആരുടെ വാല്യൂ ആയിരിക്കും? എക്സിന്റെ വാല്യൂ ആയിരിക്കും. അപ്പോൾ വൈയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി എന്ത് തന്നെയായിരിക്കും? 4 ആയിരിക്കും, അല്ലേ? സം എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയറുകളാണ്, സം 13 ആണ്. അപ്പോൾ എക്സിനെയും വൈയെയും കിട്ടി. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സിന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 9. അവർ രണ്ടും തന്നിട്ടുണ്ട്, അല്ലേ? 4 തന്നിട്ടുണ്ട്, 9 തന്നിട്ടുണ്ട്. ഏതാണ് വലുതെന്ന് ചോദിച്ചേ? എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വലുത് 9 ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള അടുത്ത ഒരു 10 സെറ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത സെക്ഷനിൽ കാണാം. അപ്പോൾ എല്ലാവരും റിവൈസ് ചെയ്യുക, നന്നായിട്ട് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. ഡൗട്ട്സുകൾ ഉള്ളത് കമൻറ്റുകളിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, നന്നായിട്ട് പഠിക്കാം.